ഉള്ളി ലേഹ്യം ഉണ്ടാക്കാനായി ഞാനിവിടെ ഒരു തേങ്ങ എടുക്കുന്നുണ്ട്. അതിന് 3 പ്രാവശ്യം പാല് പിഴിഞ്ഞെടുക്കുന്നുണ്ട്. ഉള്ളിയൊക്കെ നന്നാക്കി വെച്ചിട്ടുണ്ട്. ഉള്ളി കുക്കറിലേക്ക് മാറ്റി അതിനകത്തേക്ക് 3-ാം പാല് ആഡ് ചെയ്യുന്നുണ്ട്. 3 വിസിൽ വരുന്നവരെ ഉള്ളി വേവാൻ വെക്കാം. അതിനുശേഷം കരിപ്പട്ടി ശർക്കര കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് ഉരുക്കാൻ വെക്കാം. ഒരു പാനിൽ കാഷ്യൂ, ബദാം, ഉലുവ, ചെറിയ ജീരകം എന്നിവ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് വറുത്തെടുത്ത് മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ചെറിയ തരി ഉള്ളതുപോലെ പൊടിച്ചെടുക്കാം. ഇനി വെന്ത ഉള്ളി തണുത്ത് കഴിയുമ്പോൾ നമുക്ക് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുത്ത് അടികട്ടിയുള്ള വലിയൊരു പാത്രത്തിലേക്ക് മാറ്റി നമുക്ക് നെയ്യ് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ സമയത്ത് ഇങ്ങനെ തിളച്ച് മേത്തോട്ടൊക്കെ തെറിക്കാൻ തുടങ്ങും. വലിയ ചട്ടകം യൂസ് ചെയ്തിട്ട് ഇളക്കണം. ഇനി നമ്മൾ ഉരുക്കി വെച്ചിട്ടുള്ള കരിപ്പട്ടി ശർക്കര ആഡ് ചെയ്യാം. പൊടിച്ച് വെച്ചിട്ടുള്ള നട്ട്സും ആഡ് ചെയ്യാം. അതൊന്ന് വറ്റി വരുമ്പോൾ 2-ാം പാലും കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അത് വറ്റി കഴിയുമ്പോൾ 1-ാം പാൽ ആഡ് ചെയ്യുക. അതിനുശേഷം കുറച്ച് നെയ്യും കൂടി ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. വിരൾച്ച, ക്ഷീണം, രക്തക്കുറവൊക്കെ മാറ്റിയെടുക്കാനായിട്ട് ഉള്ളി ലേഹ്യം വളരെ നല്ലതാണ്. കുട്ടികളൊക്കെ നല്ല ഹെൽത്തി ആയിട്ടിരിക്കാൻ ഈ ലേഹ്യം നല്ല ഹെൽപ്പ് ചെയ്യും. ഈ പാകം എത്തുമ്പോൾ ഓഫ് ചെയ്യാം. പ്രസവരക്ഷാ മരുന്നായിട്ടും ഉള്ളി ലേഹ്യം യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ഇത് നല്ല അടച്ചുറപ്പുള്ള ഒരു കണ്ടെയ്നറിലാക്കി നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം കേട്ടോ.